ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയിരുന്നത് ട്രാൻസിഷൻ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ പ്രോപ്പർട്ടീസായിട്ടുള്ള അയണൈസേഷൻ എൻതാൽപ്പി വരെയായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്, അടുത്ത പ്രോപ്പർട്ടിയാണ് ഇനി നമ്മൾ പറയാൻ പോവുക. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ട്രാൻസിഷൻ മെറ്റൽസ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. അപ്പം അതിനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത്, ഈ ട്രാൻസിഷൻ എലമെൻസിൻ്റെ അകത്ത് ഡി ഓർബിറ്റൽ ഉണ്ട്, ഡി ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ എസ് ഓർബിറ്റൽ ഇലക്ട്രോൺസ് ഉണ്ട്. ദി എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ n-1d ആൻഡ് ns ഇലക്ട്രോൺസ് ഈസ് വെരി സ്മോൾ. Both these S and D electrons of a transition metal can involve in bond formation. So the transition metal shows a variety of oxidation state. അപ്പോൾ ഈ D and S ഇലക്ട്രോൺസിന് കമ്പയറബിൾ എനർജീസ് ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം എസ് ഓർബിറ്റലിലെ ഇലക്ട്രോൺസും ഡി ഓർബിറ്റലിലെ ഇലക്ട്രോൺസും ഒരേപോലെ തന്നെ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിന് കമ്പയറബിൾ എനർജി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ എനർജി ആണ്. വലിയ എനർജിയിലുള്ള വലിയ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിനും കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പം മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ദാറ്റ് ഇൻക്രീസസ് അപ് ടു ദി മിഡിൽ ആൻഡ് ദെൻ ഡിക്രീസസ്. അതിൽ തന്നെ എക്സാമ്പിൾ, അതിന് റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് ആ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് വഴി സാധിക്കുമെങ്കിൽ ആ എലമെൻറ്റ് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം ഒന്നെങ്കിൽ അത് ഹാഫ് ഫിൽഡായിട്ട് ഉള്ള ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യും, അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, അതിന് തൊട്ട് മുന്നേ ഉള്ള നോബിൾ ഗ്യാസിൻ്റെ ആ ഒരു കോൺഫിഗറേഷൻ, ആ ഒരു അത്രയും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ അതിന് നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ ആ ഒരു എലമെൻറ്റ് സ്വാഭാവികമായിട്ടും ആ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് മാംഗനീസിൻ്റെ കേസാണ്. മാംഗനീസിൻ്റെ കേസിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ +2 to +7 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാംഗനീസിന് പോസിബിളാണ്. അത്രയും വെറൈറ്റി ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ട്രാൻസിഷൻ എലമെൻസിലെ ഒരു മേജറായിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മാംഗനീസാണ്. +2 മുതൽ +7 വരെയുള്ള ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേണമെങ്കിലും മാംഗനീസ് തരാറുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് എക്സാമ്പിൾ പറയുന്നത് സ്കാൻഡിയത്തിൻ്റെ കേസാണ്. സ്കാൻഡിയം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് മേജറായിട്ട് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് പറയുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ കേസിൽ സാധാരണഗതിയിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുക. പക്ഷേ സ്കാൻഡിയം ഒരു എക്സെപ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. സ്കാൻഡിയത്തിൻ്റെ കേസിൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് സ്കാൻഡിയം തരിക. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ അകത്തുനിന്ന് ആ 3 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യപ്പെടുമ്പോൾ it gets a stable noble gas configuration. അപ്പോൾ ആ സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നത് കൊണ്ടാണ് അത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത് സിങ്കിൻ്റെ കേസാണ്. സിങ്കിൻ്റെ കേസിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സിങ്ക് കാണിക്കുക. അപ്പോൾ ആ സിങ്ക് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് തരാനുള്ള കാരണം +2 ഓക്സിഡേഷൻ, അതായത് 4s2 ആണ്, 3d10 4s2. അപ്പോൾ ആ എസ്സിൽ നിന്ന് 2 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ 3d10 കോൺഫിഗറേഷൻ, അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിങ്ക് 2+ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സിങ്ക് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ മാംഗനീസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, സ്കാൻഡിയത്തിൻ്റെ കേസ് പറഞ്ഞു, സിങ്കിൻ്റെ കേസ് പറഞ്ഞു. ഇത്രയുമാണ് ആ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ പ്രധാനപ്പെട്ട ആ ഒരു ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. സ്കാൻഡിയവും സിങ്കും
ചോദിച്ച് കാണാറുള്ളതാണ്. അതുപോലെ തന്നെ മാംഗനീസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു എലമെൻറ്റ്, ട്രാൻസിഷൻ എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മാംഗനീസാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് കളർ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് നോക്കിയാൽ എല്ലാം വളരെ മനോഹരമായിട്ടുള്ള കളറുകൾ തരുന്ന എലമെൻറ്റ്സാണ്. ഏത് എലമെൻറ്റ് എടുത്താലും, ഇപ്പോൾ കോപ്പർ ആയിക്കോട്ടെ, കൊബാൾട്ട് ആയിക്കോട്ടെ, നിക്കൽ ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു നല്ല പർട്ടിക്കുലർ കളർ തരുന്ന കോമ്പൗണ്ട്സാണ് ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് എല്ലാം തന്നെ കളേർഡ് കോമ്പൗണ്ട്സാണ്. അപ്പോൾ അങ്ങനെ ഒരു കളറ് തരാനുള്ള ആ ഒരു പ്രോപ്പർട്ടി, കളറ് കാണിക്കുന്നത് അതൊരു പ്രോപ്പർട്ടിയിൽ നമ്മൾ പെടുത്തുന്നു. അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്നാണ് നമ്മളിനി കാണാൻ പോവുക. The formation of large number of colored compounds by the transition elements due to the presence of unpaired d electrons. അപ്പം അൺപെയർഡ് d ഇലക്ട്രോൺസിൻ്റെ പ്രസൻസാണ് ഈ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കാരണം, പ്രധാന റീസൺ. The colors of the ions is associated with incomplete d subshell and the ability of electrons to promote from one orbital to another within the same d subshell. That process is called DD transition. അപ്പം ഈ കളേർഡ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ആ കളർ തരുന്നതിനുള്ള ഒരു പ്രധാന റീസൺ ചോദിച്ചാൽ അൺപെയർഡ് ഇലക്ട്രോൺസും അതുപോലെ തന്നെ ഒരു റീസണായിട്ട് നമ്മൾ പറയുന്നതാണ് DD ട്രാൻസിഷൻ. ഡി ഓർബിറ്റലിലെ ലോവർ എനർജിയിൽ നിന്നും ഡി ഓർബിറ്റലിലെ ഹയർ എനർജി ലെവലിലേക്കുള്ള ആ ഇലക്ട്രോൺസിൻ്റെ ആ ഒരു ട്രാൻസിഷനെ നമ്മൾ DD ട്രാൻസിഷൻ എന്ന് പറയും. അപ്പോൾ ഈ DD ട്രാൻസിഷനാണ് കളറ് തരാനുള്ള റീസണായിട്ട് നമ്മൾ പറയുക. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് DD ട്രാൻസിഷൻ വഴിയായിട്ടാണ് നമുക്ക് കളറ് തരുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രേറ്റഡ് കുപ്രിക് അയോൺസ് that absorb red light and the transmitted light is greenish blue light. Hence the compounds of Cu2 plus ions shows greenish blue color. നമുക്കറിയാം Cu2+ അയോൺസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സ് നമുക്ക് തരുന്ന കളർ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. കോപ്പറുമായിട്ട് ബന്ധപ്പെട്ട കളർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ബ്ലൂ കളറാണ്. പിന്നെ അവിടെ വരുന്ന രണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈറ്റാനിയം, ഒന്നാമത്തേത് ടൈറ്റാനിയം 2+ഉം ടൈറ്റാനിയം 4+ൻ്റെയും ഒരു കേസാണ്. ടൈറ്റാനിയം 2+ ഈസ് കളേർഡ് വൈൽ ടൈറ്റാനിയം 4+ അയോൺസ് ഈസ് കളർലെസ്. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം 4+ൻ്റെ കേസിൽ ഇറ്റ് ഹാസ് നോ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. അപ്പോൾ ആദ്യം അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ടൈറ്റാനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ടൈറ്റാനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്യുവർ ഫോമിൽ ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുമ്പം നമ്മൾ നോബിൾ ഗ്യാസ്, അതിന് തൊട്ട് മുന്നേയുള്ള നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ആർഗണാണ്. അപ്പോൾ ആർഗണിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ ബ്രാക്കറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുമല്ലോ. അതിന് ശേഷം നമ്മൾ എഴുതുമ്പോൾ 3d2 4s2. അപ്പം ടൈറ്റാനിയം 2+ എന്ന് പറയുമ്പോൾ ആ 2 ഇലക്ട്രോൺ പോയതിന് ശേഷം 2 ഇലക്ട്രോൺ എവിടെ നിന്നാണ് പോകുന്നത്? ആ 4s2-ൽ നിന്നാണ് 2 ഇലക്ട്രോൺ പോവുക. അപ്പോൾ ബാലൻസ് വരുന്നത് ആർഗണിൻ്റെ ആ ഒരു കോൺഫിഗറേഷൻ, അതിനുശേഷം 3d2. അതുപോലെ തന്നെ ടൈറ്റാനിയം 4+ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എസിൽ നിന്ന് 2 ഇലക്ട്രോൺ, 4sൽ നിന്നും 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ 3dയിൽ നിന്നുള്ള 2 ഇലക്ട്രോണും റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ 3dയിൽ നിന്ന് 2 ഇലക്ട്രോണും 4sൽ നിന്നുള്ള 2 ഇലക്ട്രോണും പോയി കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ 3d0 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ആ ഒരു ആർഗണിൻ്റെ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ടൈറ്റാനിയം 4+ എന്ന് പറയുന്നത് ടൈറ്റാനിയം 4+ൻ്റെ അകത്ത് നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേസമയം ടൈറ്റാനിയം 2+ൻ്റെ കേസിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് പ്രസൻ്റ് ആണ്. അപ്പോൾ അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലേ ഈ കോമ്പൗണ്ട്സ് ഒക്കെ കളർ തരുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ടൈറ്റാനിയം 4+ എന്ന് പറയുന്നത് കളർലെസ് ആയിട്ടുള്ള അയോൺസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. അതേസമയം ടൈറ്റാനിയം 2+ന് ഒരു പർട്ടിക്കുലർ കളറും കാണും.
അടുത്തത് നമ്മൾ അതുപോലെ തന്നെ ഒരു എക്സാമ്പിളാണ് കോപ്പറിൻ്റെ കേസ്. കോപ്പർ 2+ അയോൺ ഈസ് കളേർഡ് ആൻഡ് കോപ്പർ പ്ലസ് അയോൺ ഈസ് കളർലെസ്. അതിന് ഉള്ള റീസൺ എന്ന് പറയുന്നത് കോപ്പറിൻ്റെ കേസിൽ ഇപ്പം 3D10 4s1 എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ. അതാണ് നമ്മൾ അതിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ 3D10 4s1ൻ്റെ കേസിൽ ഒരു ഇലക്ട്രോൺ Cu+ അയോണിൻ്റെ കേസിൽ എങ്ങനെയാണ്, ആ ഒരു ഇലക്ട്രോൺ എസ്സിൽ നിന്നാണ് പോവുക. അപ്പോൾ എസ്സിൽ നിന്ന് പോയി കഴിയുമ്പോൾ 3D10 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് Cu+ അയോണിന് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ്ലി ഫിൽഡാണ്, അത് കളർലെസ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. അതേസമയം Cu2+ൻ്റെ കേസിൽ എന്താണ് സംഭവിക്കുക, ആ 3D10ൽ നിന്ന് ഒരു ഇലക്ട്രോണും കൂടെ പോകും. 4sൽ നിന്ന് ഒരു ഇലക്ട്രോണും 3D10ൻ്റെ അകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പോകുമ്പം 3D9 എന്ന് പറയുന്ന കോൺഫിഗറേഷനാണ് വരിക. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു Cu2+ എന്ന് പറയുന്ന അയോൺ കളേർഡാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ രണ്ട് ഡിഫറൻസ് അത് ചോദിക്കാറുള്ളതാണ്. ടൈറ്റാനിയം 2+ൻ്റെയും ടൈറ്റാനിയം 4+ അയോണിൻ്റെയും കേസും Cu2+ അയോണിൻ്റെയും Cu+ അയോണിൻ്റെയും കേസും. അപ്പോൾ അത് പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കോംപ്ലെക്സ് കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ട്രാൻസിഷൻ എലമെൻറ്റ്സിന് കോംപ്ലെക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോംപ്ലെക്സ് കോമ്പൗണ്ട്സ് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഇനി വരുന്ന ഒരു ചാപ്റ്ററിൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പം എന്താണ് കോംപ്ലെക്സ് കോമ്പൗണ്ട്സ് എന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കിയിരുന്ന് വെച്ചാൽ മതിയാവും. അപ്പം ഇത്രയും അറിഞ്ഞിരിക്കുക, കോംപ്ലെക്സ് കോമ്പൗണ്ട്സിൻ്റെ ഫോർമേഷന് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ദ കോംപ്ലെക്സ് ഫോമിംഗ് എബിലിറ്റി ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് ഈസ് ഡ്യൂ ടു, അതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് പറയുക. അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആൻഡ് ഹാവ് ഹൈ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. Then second reason is availability of vacant d orbitals for bond formation. Third one is ability to show variable oxidation state. അപ്പോൾ ഈ 3 റീസണാണ് കോംപ്ലെക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള റീസണായിട്ട് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്മോൾ സൈസും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും പിന്നെ അവൈലബിലിറ്റി ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഫോർ ബോണ്ട് ഫോർമേഷൻ ആൻഡ് തേർഡ് വൺ ഈസ് എബിലിറ്റി ടു ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, K4FeCN 6 times ആൻഡ് K3FeCN 6 times. അങ്ങനെ 2 കോംപ്ലെക്സ് അയണിൻ്റെ കോംപ്ലെക്സ് കോമ്പൗണ്ട്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം കോംപ്ലെക്സിന് ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. Transition metals acts as catalysts in a number of chemical reactions. നമുക്കറിയാം, അമോണിയയുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അയൺ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പല ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലും മാനുഫാക്ചറിങ് പ്രോസസ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ ധാരാളം പഠിക്കുന്നതാണ്. കാറ്റലിസ്റ്റായിട്ട് ഇപ്പോൾ വനേഡിയൊക്കെ യൂസ് ചെയ്യുന്ന കേസുണ്ട്. അപ്പോൾ അങ്ങനെ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഈ ട്രാൻസിഷൻ മെറ്റൽസാണ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ് എടുക്കാറുള്ളത്. അപ്പോൾ അതിനുള്ള 2 റീസൺ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ദെയർ ലാർജ് സർഫസ് ഏരിയ. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് എബിലിറ്റി ടു ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഈ 2 റീസൺ മൂലമാണ് കാറ്റലിസ്റ്റായിട്ട് ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. Then next property is interstitial compound formation. These are formed when smaller atoms like hydrogen, nitrogen, carbon, boron, etc. are trapped inside the crystal lattice of the metal. ഇപ്പോൾ സ്മോൾ സൈസ് ഉള്ള നോൺ മെറ്റൽസ് ലൈക്ക് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ബോറോൺ
അപ്പോൾ ഇവയെ വെച്ച് നമുക്ക് ഈ ട്രാൻസിഷൻ എലമെൻസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇവയ്ക്കെല്ലാം ഓൾമോസ്റ്റ് സിമിലർ സൈസാണ്. നമുക്കറിയാം ട്രാൻസിഷൻ എലമെൻസിനും സൈസ് കുറവാണ്, ഈ പറയുന്ന നോൺ മെറ്റൽസിനും സൈസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇവയെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ക്രിസ്റ്റൽ ലാറ്റിസിലേക്ക് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ സ്ഥാനത്ത് ഇവയെ വെച്ച് റീപ്ലേസ് ചെയ്ത് ട്രാപ്പ് ചെയ്ത് നമുക്ക് ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഇൻ്റർസ്റ്റീഷ്യൽ ആറ്റംസ് ആ ഒരു മെറ്റലിനെ ഹാർഡാക്കാനും റിജിഡാക്കാനും സഹായിക്കുന്നു. പിന്നെ ആ ഒരു പ്രിപ്പറേഷൻ മെത്തേഡെന്ന് പറയുന്നത് ഈ നമ്മുടെ ട്രാൻസിഷൻ മെറ്റലും നോൺ മെറ്റലായിട്ടുള്ള ഹൈഡ്രജനോ അല്ലെങ്കിൽ കാർബണോ ഒക്കെ പോലുള്ള നോൺ മെറ്റലും കൂടി രണ്ടും കൂടി ഹീറ്റ് ചെയ്യും. രണ്ടും കൂടി ഒരുമിച്ച് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് നമുക്ക് കിട്ടുക. എക്സാമ്പിൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ Fe3H, TiC അതൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ ഈ ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിൻ്റെ സം പ്രോപ്പർട്ടീസാണ് നമ്മളിനി കാണാൻ പോവുക. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. സെക്കൻഡ് വൺ, ദേ ആർ വെരി ഹാർഡ്. തേർഡ് വൺ, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. ഫോർത്ത് വൺ, ദേ ആർ കെമിക്കലി ഇനേർട്ട്. അപ്പോൾ ഇത്രയുമാണ് ആ ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് പറയുക. അപ്പോൾ സ്റ്റീല്, കാസ്റ്റ് അയൺ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കാണും, മെറ്റലർജിയിൽ പഠിച്ചു കാണും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസായിട്ട് കണക്കാക്കുന്നത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിൻ്റെ ഒരു പ്രിപ്പറേഷനും മറ്റും. അപ്പോൾ അത് പഠിക്കേണ്ടതാണ്.